കാഞ്ചീപുരം സാരികൾ വാർമുടിയെ കമ്മൽ വെള്ളി പാദസരങ്ങൾ കൺമഷി ചാന്ത് ലിപ്സ്റ്റിക് ബനാറസ് കാഞ്ചീപുരം സാരികൾ വാർമുടി ബ്രേസിയസ് പാൻറ്റീസ്. എന്താടാ നിന്റെ കാലുമേൽ അമ്മയ്ക്കല് കെട്ടിത്തൂക്കിണ്ടോ? നടന്നവര് നീങ്ങായ കൂടാതെ കാതലി കാതലി. ഉമ്മക്കൊന്ന് വിളിച്ചാലോ? ഈ തള്ളിക്ക് ചെറിയ പ്രാന്തൊന്നുമല്ല. നീ എന്താണ്ടി കുളത്തിന്റെ അവിടെ വെച്ച് അങ്ങനെ പറഞ്ഞേ? ഏട്ടൻ ലീവിന് വന്ന് പോയിട്ടില്ല. എന്നാ ഞാൻ പോട്ടെ. എന്തേ അത്രയ്ക്ക് പേടിയാ ഏട്ടനെ? നിന്റെ ചേട്ടന്റെ വിചാരേ ഞാനേത് നുഴഞ്ഞേറ്റക്കാരനാ. എന്താ ശരിയല്ലേ? എന്താ ഒന്നും മിണ്ടാത്തെ? എന്താ ഇളകാണ്ട് അങ്ങേരങ്ങാൻ കണ്ടു കഴിഞ്ഞാ പിന്നെ അത് മതി. ഓ പിന്നെ ഇങ്ങനെയൊക്കെ നോക്കുമ്പോഴാണ് ആളുകളുടെ ഫീസ് അടിച്ചു പോണത്. വേണ്ടാന്ന് വിചാരിച്ചാലും എന്നാ പിന്നെ വരും പോലെ വരട്ടെ. എവിടേക്ക് പാഞ്ഞോളൂ ചേട്ടാ? ഒരു പന്നീനെ വെടി വെച്ചോലാണ്ട്. എന്താ നീ വരുന്ന? ഞാനില്ല. റുക്കോ റുക്കോ റുക്കോ. പോയവൻ പഞ്ചായത്ത് കണ്ടുപോരുത്. പഞ്ചായത്ത് കണ്ടോളും. ഇല്ലാഞ്ഞത് അവന്റെ ഭാഗ്യം. പോടാ പോടാ പോടാ. മത്സരം കങ്കേവം. ശ്രദ്ധിക്കുക, ആദ്യം 10 ഇഡ്ഡലി ആയിരിക്കും തരുന്നത്. അത് കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത 10 ഇഡ്ഡലി. 15 മിനിറ്റ് ആണ് നമ്മുടെ മത്സര സമയം. നീ സാധു കൊടുത്തില്ലെങ്കിൽ ഞാൻ കൊടുക്കൂടാ. അടിച്ചു
മറ്റൊരു അറിയിപ്പ്, ഘോഷയാത്രയ്ക്ക് എത്തിയ കുംഭം കളിക്കാരുടെ മാനേജർ പളനിയപ്പൻ കളിക്കാരെ റെഡിയാക്കി നിർത്തേണ്ടതാണ്. തീറ്റ മത്സരം ഉഷാറായി നടക്കട്ടെ. എല്ലാവരും റെഡിയായില്ലേ? സമയേ തമ്പുരു വന്നില്ല. എന്തൊരു കഷ്ടാണേ ഇവനക്ക് ഈ സമയത്ത് എവിടെ പോയി കിടക്കുക? നീ ഇത് എവിടെ പോയി കിടക്കടേ ഈ നേരത്ത്? ലിഫ്റ്റിക്കില്ല അണ്ണാ, എല്ലാം ഇവളുമാരെടുത്ത് തേച്ചു. ഇരിക്കണ ഇരിപ്പ് കണ്ടില്ലേ? എന്നാവാ ഞാൻ തരാം ലക്ഷം. എന്നാ കാണിക്ക്. സമ്മാനം ലൂഡോ. അവശേഷിക്കുന്ന 3 പേര് നെഞ്ചോടെഞ്ച് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ മുൻപന്തിയിൽ നിൽക്കുന്ന നമ്മുടെ പ്രിയ എന്താ പേര്? ആ പേരുകാരൻ മുൻപിട്ടിരിക്കുന്നു. ഇതാ വെടിപൊട്ടി. കണ്ടെത്തിയിരിക്കുന്നു. മത്സരത്തിന്റെ വിജയി. ഇതങ്ങണ്ട് പിടിപ്പിക്കേ. വെങ്കിടിയെ, നീ ഞങ്ങളുടെ സ്വത്താണ്ട. ഇന്ന് മുതൽ നീ ഇവിടുത്താരനാ. പിന്നെന്താ പ്രശ്നം? ഇനി ഇവിടെ മതി നിന്റെ കച്ചവടമൊക്കെ. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്തു തരും. അതുപോലെ താമസിക്കാൻ ഒരു വീട്, നല്ലൊരു വീട് ഞാൻ ശരിയാക്കി തരും. ഞാൻ തരും. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ എന്തിനാണ് വീട്? ഇവിടെ ഷാപ്പിൽ കിടക്കാം, സുഖമായിട്ട് കിടക്കാം. ഞാൻ ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. വീടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ അമ്പാളിന്റെ വീടിന്റെ അടുത്ത് ഒരു ഒഴിഞ്ഞു കിടക്കുന്ന വീട്. നമ്മുടെ അമ്പാൾ അല്ലടാ പന്നി, എന്റെ അമ്പാള്. അവളെ കെട്ടിയോ എനിക്കെന്താ ഒരു വിലയും ഇല്ലേ? ആ വീട് പപ്പൻ ചോദിച്ചാ കിട്ടും. അത് ഞാൻ ചോദിക്കാം. ഞാൻ ചോദിച്ചാ കിട്ടും. ആ വെങ്കടേ, നിനക്ക് കൂട്ടുവാണെങ്കിൽ അവനെയും കൂട്ടിക്കോ. ബെസ്റ്റ് കടിയാ. ചിറ്റമൃതത്തിന്നല്ലോ വീടൊക്കെ വൃത്തിയാക്കി. ഇതാ ഞാൻ പറഞ്ഞ വില്ല. ഓ എങ്ങനെയുണ്ട്? ഇഷ്ടായ? ഇതൊന്നും അല്ല. വാ. എന്നാ ഇത് ഉറപ്പിച്ചോ? മണി എന്നാണ് വെച്ചോളി. ശരി. തമ്പുരോ, ഈ എവിടേക്കാ? ആറ്റ് നോറ്റാ മാസത്തില് 10 ദിവസം കളി ഉണ്ടാവും. അതിനാണെങ്കിൽ നിങ്ങളുടെ മരവും കാശും തരില്ല. പിന്നെ എന്തിനാ മുത്തോട്ടാ ഞാൻ ഈ വെയിലും കൊണ്ട് കൊച്ചിക്കോലം കെട്ടി കളിക്കാൻ നിൽക്കണ്? നേർച്ചയൊന്നുമില്ല എനിക്ക്. അപ്പൊ നീ പോവാൻ തന്നെ നിർച്ചേക്കാ? ഒരാള് സ്നേഹത്തോടെ വിളിക്കുമ്പോ എങ്ങനെ മുഖത്ത് നോക്കിയിട്ട് വരില്ല പറയാ? ഇവിടല്ലേ ഉള്ളൂ ആട്ടും തുപ്പും. കൂലി കിട്ടണ ഒരു പണി കൂടെ കിട്ടി ഈ വഴിക്ക് വരില്ല ഞാൻ. നോക്കിക്കോളി നിങ്ങൾ. മാറി നിൽക്കുന്നു പോട്ടെ ഞാനട്. തമ്പുരോ നിക്കടാ. അപ്പൊ ശരിട്ടോളി പോയിട്ട് വരാം. കളി മുടക്കിയിട്ടുള്ള കളി വേണ്ടാ ചക്ക. അതെ, കാശില്ലാതെ വെറുതെ ചാടുമ്പോ കുറെ കഴിഞ്ഞ മടുക്കു കേട്ടാ. അതാണ് പോയി നോക്കട്ടെ ഞാന്. എന്താ പവൻ കാട്ടണ്? 2 ദിവസം കഴിഞ്ഞാൽ പട്ടിണിയാണെന്ന് അങ്ങടെ തന്നെ വരും. തമ്പുരോ, അല്ല ഇതാര്? എവിടെയായിരുന്നു? കേറുക. നിനക്ക് വേണ്ടി ഞങ്ങളിവിടെ കുറച്ച് പണികളൊക്കെ വെച്ചിട്ടുണ്ട്. ആദ്യം ചുറ്റുമുള്ള മാറാല തട്ട, പിന്നെ ഈ ചപ്പ് ചവറ് കൂട്ടിയിട്ട് പുറത്തുകൊണ്ട് കത്തിക്കാം. അത് കഴിഞ്ഞ ഈ വീട് മൊത്തം അടിച്ച് തളിച്ച് വൃത്തിയാക്കാം. ഞാൻ തുടങ്ങാല്ലേ? അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ അതൊന്നും നിങ്ങൾ ഇതിൽ ശരിയാവില്ല. ഇതോടെ കൊണ്ടുപോക്കോ.
ചെല്ല്. തമ്പുരു ആളൊരു പാവാണ്. 10-14 കൊല്ലായ ആ പളനിയപ്പന്റെ കൂടെ കുമ്മങ്ങളെ കൂടിയിട്ട്. കൂട്ടിനൊരാളിരിക്കട്ടെ. പിന്നെന്താ, മിണ്ടിയും പറഞ്ഞിരിക്കാൻ ഒരാളായല്ലോ. വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ. അരിയോ പച്ചക്കറിയോ പാത്രങ്ങളോ വീട്ടുജോലി ഒന്നും എന്നോട് ചോദിക്കരുത്. എല്ലാം നിന്റെ ഇഷ്ടം പോലെ ചെയ്തു. ഒരു ചായ വെക്കാൻ പോലും എനിക്കറിഞ്ഞൂടാ. അതിനെന്താണ്, ഞാനുണ്ടല്ലോ കൂടെ. ആയിക്കോട്ടെ. ഏട്ടാ 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 നോക്കിയേ. ഉണ്ടാണ്ടിക്കണോ ചെവിയാക്കും കോണക്കും തെറ്റിച്ചു. ഈ ഏട്ടന് ഭയങ്കര ദേഷ്യമാണ്. എടുത്ത് വലിയ കുഴപ്പമില്ല. ആ ഇവിടെ ഇല്ലപ്പ. വീട് വൃത്തിയാക്കിയ വകയിലേ അമ്മമാർക്ക് അത് മേടിച്ചു കൊടുത്തില്ലെങ്കിൽ വിഷമാവും. എന്ത്? മറ്റതേ പോരാ. ഓ ഇനിയിപ്പോ അതിന്റെ കുറവും കൂടി ഉള്ളൂ. അപ്പൊ പറങ്ങടി വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മ, 2 സഹോദരിമാര്, അവരുടെ കുട്ടികൾ. ലക്ഷങ്ങൾ എനിക്ക് സമ്പാദ്യമുണ്ട്. പക്ഷേ കടവിട്ടാണെന്ന് മാത്രം. 7 പേരുള്ള കുടുംബത്തിലുള്ളവരെ പട്ടിണി കിടാതിരിക്കാനുള്ള ഒരു ഏർപ്പാടാണ് എനിക്ക് കച്ചവടം. ഹലോ, ഈ കൊടുക്കണ്ട ആട്ടവിന് കൊടുക്കണ്ടോന്ന്. പിന്നെ ഇവന്റെ മുഖം കണ്ട അറിയാൻ പാടില്ല ഇവനൊരു അടവുകാരനാണ്. കാര്യമായിട്ടൊരു കാര്യം സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് പെങ്ങന്മാരെ 2 പേരുടെ കല്യാണം ഞാൻ ഒറ്റയ്ക്കാണ് നടത്തിയത്. ഒറ്റയ്ക്ക്. എങ്ങനെയാണ് ഒത്തിട്ടെന്ന് അറിയാൻ പാടില്ല. 2 അളിയന്മാരും വേസ്റ്റ്. പക്ഷെ പിള്ളേരുണ്ടാക്കുന്ന കാര്യത്തില് 2 ആളും കല്യാണം കഴിഞ്ഞ് അടുത്ത വർഷം അതേ ഡേറ്റിന് പേര്. പിറ്റേ വർഷം അതേ ഡേറ്റിന് പിന്നെ പേറ്റ് ചെലവിന് കാശുണ്ടാക്കി എന്റെ തന്തല്ലൊടിഞ്ഞ്. ഇപ്പ 2 ആളുടെയും ഒരു അഡ്രസ്. അതെന്താണ് രണ്ടുപേരും ഇട്ട് ചോദിച്ചു മനസ്സിലാക്കുക. പിന്നെ ചിലപ്പോ ആലോചിക്കും.